ഈ ലോകത്തെ ഒന്ന് മാറ്റിമറിക്കണമെങ്കിൽ നമുക്ക് എത്ര ജനങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്? ഹൗ എ മൈനോറിറ്റി ക്യാൻ ചേഞ്ച് ദ വേൾഡ്? ഒരു രാജ്യത്തെ രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് എത്ര ജനങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്? ചില അവകാശ സമരങ്ങൾ നേടിയെടുക്കുവാൻ ആ സർക്കാരിനെതിരെ നാം സമരമുറകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് എത്ര ജനങ്ങളുടെ പിന്തുണയാണ് ആ സമരം വിജയിക്കാൻ ആവശ്യം? അതുപോലെ തന്നെ അത് നോൺ വയലൻസ് മെത്തേഡാണോ, അഹിംസാ മാർഗമാണോ, അതോ വയലൻസ് മെത്തേഡ് ഹിംസാ മാർഗമാണോ ഏറ്റവും അധികം വിജയത്തിലെത്തുക? ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളാണ്. എന്നാൽ എറിക് ചെനോവത്തും മരിയ ജെ സ്റ്റീഫൻ എന്ന രണ്ട് പ്രൊഫസർമാർ 1900 മുതൽ 2006 വരെ നടന്ന എല്ലാ സമരങ്ങളുടെയും ഡാറ്റകൾ കളക്ട് ചെയ്തു. ആ ക്യാമ്പയിനുകളുടെ ലിസ്റ്റിൽ നിന്നും ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലീഡർഷിപ്പുള്ള, ഏറ്റവും മൊമെന്റമുള്ള, വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഒക്കെ സമരങ്ങളെ അവർ ഒന്നായി ക്രോഡീകരിച്ചെടുത്തു. 323 സമരങ്ങളെ കുറിച്ച് അവർ പഠിച്ചു. അതിൽ അവർക്ക് മനസ്സിലായത് വെറും 3.5% പിന്തുണയുള്ള മുന്നേറ്റങ്ങളൊക്കെ വിജയത്തിലെത്തുന്നു. അതിൽ തന്നെ 56% വിജയസാധ്യത നോൺ വയലൻസ് മൂവ്മെന്റുകൾക്കാണ്. വയലൻസ് ആയ മൂവ്മെന്റുകൾക്ക് വെറും 26% മാത്രമാണ് വിജയസാധ്യതയുള്ളത്. അതുകൂടാതെ നോൺ വയലൻസ് ക്യാമ്പയിനുകളിൽ എത്തുന്നതിന് 4 ഇരട്ടി ആൾക്കാരാണ് നോൺ വയലൻസ് ക്യാമ്പയിനുകളിൽ എത്തുന്നത്. അവരുടെ സമരമുറകൾ പെൻ ഡൌൺ, ബോയ്കോട്ടിംഗ്, അതുപോലെ ഡിസൊബീഡിയൻസ്, ഇപ്രകാരമുള്ള സമരമുറകളുമായി മുന്നോട്ട് പോയ എല്ലാ സമരങ്ങളും വിജയത്തിലെത്തി. അതുപോലെ ഈ വരുന്ന 4 ഇരട്ടി ആൾക്കാരുടെ മാനസികമായ അവസ്ഥകളും ചിന്തിക്കുന്ന ഔന്നത്യവും അതുപോലെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അതിവൈവിധ്യമാണ്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ എല്ലാ തുറകളിലേക്കും പെട്ടെന്ന് പടരുന്നു. ഇപ്രകാരം 3.5% മാത്രം ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട്, അവരുടെ ചിന്താരീതികൾ കൊണ്ട് ലോകത്തിന്റെ മൊത്തത്തിലുള്ള ചിന്താരീതികളെ സ്വാധീനിക്കാനും അത് അനുകൂലമായി മാറ്റിമറിക്കുവാനും കഴിയുന്നു എന്ന ആ കണ്ടെത്തലുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്.